ഹായ് നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ ബോവിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 4 ഏക്കർ 75 സെന്റ് സ്ഥലം കൊടുക്കാനുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ പറയാനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോകൾ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലൊക്കെ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ അത് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. നല്ല അടിപൊളി ഒരു പ്ലോട്ടാണ്. മൊത്തം 4 ഏക്കറാണ് ഇതിന്റെ പേപ്പർ ഉള്ളത്. 4 ഏക്കർ 75 സെന്റ് സ്ഥലം മൊത്തത്തിൽ ഉണ്ട് നമ്മൾ ഈ ഒരു പ്ലോട്ട്. 4 ഏക്കറിനാണ് പട്ടയം കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ 4 ഏക്കറിന് ഇവർ ചോദിക്കുന്നത് ചെറിയ വിലക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്ഥലത്ത് ഒരു വീടുണ്ട്, പിന്നെ കുറെ റബ്ബറുകളുണ്ട്, കവുങ്ങുണ്ട്, തെങ്ങുണ്ട്. ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ്. ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ ബോവിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാത്രമാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാല്. റോഡ് അല്ലെ കുറെ ഒരുവിധം ടാറിങ് ആയിട്ട്, പിന്നെ വീടിനോട് ചാരി ഒരു 10-20 മീറ്റർ മാത്രം ടാറിങ് ആകാത്തുണ്ട്. വീട്ടിലോട്ട് ഇറങ്ങുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ടാറിങ് ആകാത്തുള്ളൂ. ബാക്കി ഫുള്ള് ടാറിങ് കഴിഞ്ഞതാണ്. ഇനി വീടാണെങ്കിൽ നല്ലൊരു വീടാണ്. 3 ബെഡ്റൂം ഒക്കെ ഉള്ള നല്ലൊരു 1000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വീടാണ്. ഏകദേശം ഒരു 10-12 വർഷം പഴക്കമുള്ള ഈ ഒരു വീടിന് 2 ബെഡ്റൂം, 3 ബെഡ്റൂം അല്ലെ? 3 ബെഡ്റൂം, ഹാള്, ഡൈനിങ് ഹാള്, കിച്ചണ്, ബാത്റൂം ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു വീട്. ഒരു ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയ നല്ല ഒതുങ്ങിയ ഭാഗത്തുള്ള വീടാണ്. ഒരുപാട് ആൾക്കാർ നമ്മളെ കോട്ടയം ആ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ വിളിക്കലുണ്ട്. കുറഞ്ഞ വിലക്ക് എവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ ചെറിയ വിലക്കൊക്കെ കിട്ടാനുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യലുണ്ട്. നിങ്ങൾക്ക് പറ്റിയ നല്ല അനുയോജ്യമായുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടി വന്നപ്പം ഇതിനൊരു വീഡിയോ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചാണ്. ഇതിന്റെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് മൊത്തം ഒരു 650 റബ്ബർ വരുന്നുണ്ട്, 105 ഇനത്തിൽ പെട്ടത്. അതിലൊരു കുറച്ചു മരം ഒരു 15 വർഷം പ്രായമായ മരമാണുള്ളത്. പിന്നെ കുറച്ചു മരം ഒരു 12 വർഷം പ്രായമായ മരമാണുള്ളത്. എല്ലാം 105 ഇനത്തിൽപ്പെട്ടതാണ്. പിന്നെ മഴക്കാലത്ത് ടാപ്പിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യാത്ത മരങ്ങളാണ്. മഴക്കാലത്ത് ടാപ്പിംഗ് ഒന്നും ചെയ്യില്ല. ഈ കാസർഗോഡ് ജില്ലയിൽ അധികം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മഴക്കാലത്ത് ടാപ്പിംഗ് ചെയ്യാത്ത മരങ്ങളാണുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു സ്ഥലം നമ്മളെ കാസർഗോഡ് നിന്ന് വരാം അല്ലെ? അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കാസർഗോഡ് ഉണ്ട്. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് കാഞ്ഞങ്ങാട് നിന്ന് പോകാം. പിന്നെ നമ്മള് ഈ ഒരു പ്ലോട്ടില് റബ്ബർ മാത്രമല്ല, റബ്ബർ ഏകദേശം ഒരു 650 റബ്ബർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. 650 റബ്ബർ മാത്രമല്ല, പിന്നെ നമുക്ക് കവുങ്ങുണ്ട്. കവുങ്ങ് ഒരു 150 കവുങ്ങുണ്ട്. പിന്നെ ഒരു 25 തെങ്ങുണ്ട്. പിന്നെ ഇതെല്ലാം നനയ്ക്കാൻ ആവശ്യത്തിന് കിണറുണ്ട്, ബോർവെല്ലുണ്ട്, കുളമുണ്ട്. വെള്ളത്തിന്റെ സൗകര്യം നല്ല വറ്റാത്ത വെള്ളമുള്ള ഒരു സ്ഥലമാണ്. കുളമൊക്കെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. കുളത്തുനിന്നൊന്നും ഇവര് വെള്ളം എടുക്കലില്ല. പിന്നെ ഇവര് ബോർവെല്ലിൽ നിന്നാണ് ഫുള്ള് വെള്ളം നനയ്ക്കാനുള്ള സൗകര്യത്തിനൊക്കെ വെള്ളം കാര്യങ്ങളൊക്കെ എടുക്കുള്ള വീട്ടാവശ്യത്തിനൊക്കെ ഈ ഒരു ബോർവെല്ലുണ്ട്. പിന്നെ ഒരു കിണറുണ്ട്. വഴി അല്ലേ? പിന്നെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ചെറിയ ടാങ്കും കാര്യങ്ങളൊക്കെ ഇവര് നമ്മളെ വീടിനോട് ചാരി തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് വെള്ളം ബോർവെല്ലിൽ നിന്ന് അടിച്ചിട്ട് നേരെ നമ്മളെ പറമ്പൊക്കെ നനയ്ക്കാനൊക്കെ ആ വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവര് ചെയ്യുന്നത്. പിന്നെ റബ്ബറുള്ള കാരണം ഷീറ്റ് അടിക്കാനുള്ള മെഷീനും സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ പുകപ്പരൊക്കെ ഒരു 800 ഷീറ്റോളം പുകയിടാൻ പറ്റുന്ന വലിയ പുകപ്പരയാണ്. അത്യാവശ്യം നല്ല വലിയ പുകപ്പര എന്ന് പറഞ്ഞാൽ അടിപൊളി പുകപ്പരയാണ്. എന്താ പറയാ, എല്ലാ ഫുള്ള് പണിയും കഴിഞ്ഞ് നല്ല സിമെന്റിലൊക്കെയാണ് കെട്ടിയിട്ടുള്ളത്. പിന്നെ നല്ല സാധാ മണ്ണോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആയിട്ടല്ല ആക്കിയിട്ടുള്ളത്. പിന്നെ മിഷൻ പേരെ ഇപ്പൊ അവർ ചെറുതായിട്ടൊന്ന് പൊളിച്ചിട്ടുണ്ട്. അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാനാണ്. ഇപ്പൊ ടാപ്പിംഗ് ഇപ്പൊ തുടങ്ങുന്നുള്ളൂ അല്ലെ? അതുകൊണ്ട് പൊളിച്ചിട്ടൊന്ന് ഫുള്ളൊന്ന് സെറ്റ് ചെയ്യാനുള്ള പരിപാടിക്ക് വെച്ചേക്കാണ്. പക്ഷെ റബ്ബറൊക്കെ ഉള്ളത് നല്ല നല്ല മരം. റബ്ബർ ഉള്ളത് ഒന്നും നശിപ്പിക്കുകയും ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ബോവിക്കാനത്തുനിന്ന് 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ രണ്ട് റോഡുണ്ട്. ആ 2 റോഡിലൂടെ നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് വരാം. പിന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്തിനോട് ചാരി ബോവിക്കാനം ടൗണിൽ എത്തിക്കഴിഞ്ഞാല് നമുക്ക് അമ്പലം, പള്ളി, ക്രിസ്ത്യൻ പള്ളി എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ പഞ്ചായത്ത് ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, നമുക്ക് നിത്യജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ വരും. അപ്പൊ ഹൈസ്കൂള് കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഫാമൊക്കെ തുടങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഫാമൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എവിടെ പാല് കൊണ്ടേ കൊടുക്കും? അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ അടുത്തുണ്ട്. പിന്നെ എന്തെങ്കിലും കൃഷിഭവനുണ്ട്. പിന്നെ മൃഗാശുപത്രി ഉണ്ട്. എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു 2 കിലോമീറ്ററിന്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇഷ്ടംപോലെ ബസ്സൊക്കെ ഓടുന്ന റൂട്ടാണ് നമുക്ക് ബോവിക്കാനം
മുള്ളേരിയ പോയിക്കാനം കാസർഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇഷ്ടംപോലെ ബസ്സുകൾ കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് കോട്ടയം കാഞ്ഞിരപ്പള്ളി ഭാഗങ്ങളിലോട്ടും ഇഷ്ടംപോലെ ബസ്സുകൾ കിട്ടുന്ന ഏരിയ ആണ്. പിന്നെ ഈ ഒരു 4 ഏക്കറിന്റെ ബൗണ്ടറിന്റെ ചുറ്റുപാടും ഫുള്ള് വീടുകളുണ്ട്, ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ബൗണ്ടറി ഫുള്ള് അതിരെല്ലാം ക്ലിയർ ആക്കിയിട്ട് ചാല് കയറിയിട്ടുണ്ട്. പിന്നെ ഇനി ഭാവിയിൽ ആ അതിര് തർക്കത്തിനോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മളെ ബൗണ്ടറി ക്ലിയർ ആയിട്ട് ചാല് കയറിയിട്ടുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇതിന്റെ ഫുൾ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികൾ എന്തെങ്കിലുമൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. ബൈ.